വികസന സൗഹൃദ സംസ്ഥാനം എന്ന ലേഖനത്തിൽ ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തിന്റെ മുഖപ്രസംഗം. ശശി തരൂരിന്റെ നിലപാട് വികലമായ രാഷ്ട്രീയ രീതിയെന്ന് വിമർശനം. രാവിലെ മുതൽ വെള്ളം കോരി സന്ധ്യയ്ക്ക് കുടമുടയ്ക്കുന്ന രീതി പരിഹാസ്യമാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. വിവരങ്ങളുമായി വി എസ് അനുരാഗാണ് ചേരുന്നത്. വി എസ് അനുരാഗ്, പാർട്ടിക്കുള്ളിൽ തന്നെ തരൂരിന്റെ ലേഖനത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം, എതിർസ്വരങ്ങൾ ഉയർന്നിരുന്നു. അതിലാണിപ്പോൾ മുഖപത്രത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ലേഖനം വന്നിരിക്കുന്നത്. എന്താണ് മുഖപ്രസംഗത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതലായി പറയുന്നത്? സംസ്ഥാനത്തെ വ്യവസായ രംഗത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ശശി തരൂർ എഴുതിയ ലേഖനമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ കത്തിക്കയറുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോൺഗ്രസ് നേതാക്കളെല്ലാം ശശി തരൂരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് പരസ്യമായി തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ അതിനുശേഷമാണ് ഇന്ന് കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം അതിരൂക്ഷ വിമർശനം തന്നെ മുഖപ്രസംഗത്തിൽ ശശി തരൂരിനെതിരെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആരാച്ചാർക്ക് അഹിംസ അവാർഡോ എന്ന തലക്കെട്ടിലാണ് ഈ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. വെളുപ്പാങ്കാലം മുതൽ വെള്ളം കോരി സന്ധ്യയ്ക്ക് കലമുടക്കുന്ന രീതിയാണ് ശശി തരൂരിനുള്ളത് എന്നുള്ളതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം രാമനാമം ചൊല്ലേണ്ടിടത്ത് രാവണസ്തുതി പാടുകയാണ്. തരൂരിന്റെ പ്രശംസ ആരാച്ചാർക്ക് അഹിംസ അവാർഡ് നൽകും പോലെ എന്നുള്ളതാണ്. കാരണം പല സമയങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങളിലടക്കം സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഓരോ മേഖലയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ പൗരനായ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായ ശശി തരൂർ ഇത്തരത്തിലുള്ള ഒരു പ്രശംസ സർക്കാർ ഒരു വകുപ്പിനെതിരെ അല്ലെങ്കിൽ വകുപ്പിന് നേരെ ഉന്നയിക്കുന്നത്, വലിയ രീതിയിലുള്ള ഒരു പ്രശംസ ഉന്നയിക്കുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക്, കോൺഗ്രസിനുള്ളിലെ ഒരു പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യം, 15 മാസമാണ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഉള്ളത്. ആ ഘട്ടത്തിൽ ശശി തരൂരിന്റെ ഈ ഒരു പ്രതികരണം അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴി തെളിച്ചെങ്കിലും അതിൽ നിന്ന് പിന്മാറാൻ തരൂർ ഒരു ഘട്ടത്തിലും തയ്യാറായില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പിന്നീട് ആദ്യം ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് പോകുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഈ വിമർശനത്തിലുള്ള പ്രതികരണം ചോദിക്കുമ്പോഴും താൻ പറഞ്ഞതിൽ ഒരു ഇഞ്ച് പുറകോട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നത്. നല്ലതാര് ചെയ്താലും അത് പ്രശംസിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് തരൂരിന്റെ നിലപാട്. രാഷ്ട്രീയത്തിൽ വന്നത് ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിട്ടല്ല എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയക്കാരനെ പോലെ ചിന്തിക്കാനാകില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഗം. എന്തായാലും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. 15 മാസമുണ്ടല്ലോ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ ഓരോ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഇനിയും ലേഖനം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന കൂടി തരൂർ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖപത്രം വീക്ഷണം അതിരൂക്ഷമായ വിമർശനം ശശി തരൂരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രതീക്ഷ കുരുതി കൊടുക്കരുത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ മുഖപ്രസംഗത്തിലുണ്ട്. ശരി അനുരാഗ്, ഇത് ഈ ഒരു മുഖപ്രസംഗം കൂടി വന്നതോടുകൂടി ഇന്നും ഈ ഒരു വിഷയം വലിയ തരത്തിൽ കത്തിക്കയറാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്.